കേരളത്തിലെ മാധ്യമങ്ങൾ തമ്മിലുള്ള വൈരം എന്ന് പറയുന്നത് പലപ്പോഴായി അത് പ്രകടമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു തലം കാണുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുക, വലിയ മാനനഷ്ട കേസുകൾ, വലിയ തോതിലുള്ള തുകകൾ ആവശ്യപ്പെടുക. ഇപ്പോൾ കൊച്ചിയിൽ മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള റിപ്പോർട്ടർ ടെലിവിഷൻ്റെ MD-യുടെ പ്രഖ്യാപനം, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, സർക്കാരുമായി ചേർന്നുള്ള ഇടപാടുകൾ, പക്ഷേ അവസാനം സമ്പൂർണ്ണമായി പാളുകയും വലിയ ദുരൂഹതയുടെ നിഴലുകൾ അതിൽ ചൂഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതിനിയും പൂർണ്ണമായും റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അത് മറ്റു മാധ്യമങ്ങളിൽ നിശ്ചയമായും വാർത്തയാകുമല്ലോ, ആകണമല്ലോ, അത് വലിയ തോതിൽ വാർത്തയായി. അത് റിപ്പോർട്ടറിനെ പലതരത്തിലുള്ള മാനനഷ്ട കേസുകളിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പുറത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമയായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം കർണാടകയിൽ വലിയ തോതിൽ ഭൂമി തട്ടിപ്പ് നടത്തുന്നൊരു വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത് റിപ്പോർട്ടർ TV-യാണ്. എന്നാൽ അത്തരം ഭൂമി കേസുകളൊന്നും തനിക്കെതിരെ ഇല്ല എന്നും കോടതി പരിശോധിച്ച് ബോധ്യപ്പെട്ട് തന്നെ ഒഴിവാക്കിയതാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ TV-ക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമയായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള പോര് അതിൻ്റെ പരിധി വിട്ടങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ മറ്റ് പല ചാനലുകൾക്കും പലതരത്തിലുള്ള നോട്ടീസുകൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഉടമകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മെസ്സി മാത്രമല്ല, അതിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ റിപ്പോർട്ടർ TV അവരുടെ ഒരു അവസാനത്തെ സംരംഭമാണ് തോന്നുന്നത്. അതിന് മുൻപ് അവരുമായി ബന്ധപ്പെട്ട പല കേസുകളുണ്ട്. മരമുറി കേസുണ്ട്, മാംഗോ ഫോണുമായി ബന്ധപ്പെട്ട കേസുണ്ട്, പല കേസുകളുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലോറി ഇടപാടുമായി ബന്ധപ്പെട്ടത് ഉള്ള സംശയങ്ങളും ആക്ഷേപങ്ങളും. എന്തായാലും ഇവരെല്ലാം BJP സംസ്ഥാന അധ്യക്ഷനും അല്ലെങ്കിൽ ഈ പറഞ്ഞ മരമുറി കേസിലെ പ്രതിയും ഇവരൊക്കെ മാധ്യമ ഉടമകളായതോടെ മാധ്യമങ്ങൾ തമ്മിലുള്ളൊരു മത്സരവും അല്ലെങ്കിൽ പോരുമായിട്ട് കൂടി ഇത് മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ പല തലങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അജിംസ് എന്താണ് തോന്നുന്നത് ഇത് കാണുമ്പോൾ? ഇത് രണ്ട് മുതലാളിമാർ തമ്മിലുള്ള യുദ്ധമായിരിക്കുമ്പോൾ തന്നെ ഏതോ ഒരർത്ഥത്തിൽ അത് മാധ്യമങ്ങൾ തമ്മിലുള്ള യുദ്ധമായി കൂടി പരിണമിക്കുകയാണ്. സത്യത്തിൽ ഇതിൻ്റെ ഈ കേസിൻ്റെ ഒക്കെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ളൊരു പോരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്, കിടമത്സരം ഉണ്ടാവാറുണ്ട്, റേറ്റിംഗ് സംബന്ധിച്ച മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വാർത്ത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ആ മത്സരം ഉണ്ടാവാറുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 2 കേസുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ 2 ഇവൻ്റ് സംബന്ധിച്ച് 2 മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത ഇതിൽ വസ്തുതയില്ല എന്നൊരു വിഭാഗം ബാധിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BPL-ൻ്റെ ഭൂമി തട്ടിപ്പ് കർണാടക സ്റ്റേറ്റിൽ നടന്നതാണ്. അത് നടന്ന കാര്യമാണ്. അതേക്കുറിച്ച് ധാരാളം പബ്ലിക് ഡോക്യുമെൻ്റുകളുണ്ട്. ഒരു പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ HD കുമാരസ്വാമി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക അസംബ്ലി ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് HD കുമാരസ്വാമി എന്തിനാണ് പറഞ്ഞത് നമുക്കറിയില്ല. കാരണം HD കുമാരസ്വാമി കൊടുത്ത ടിക്കറ്റിലാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നത്. JDS-ൻ്റെ ടിക്കറ്റിലാണ്. അന്ന് കർണാടക അസംബ്ലിയിലെ മുഴുവൻ ആളുകളും രാജീവ് ചന്ദ്രശേഖർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ എന്തിനാണ് അത് ഉന്നയിക്കപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ ഒരു സാധനമുണ്ട്. അവിടെ ഒരു ഭൂമി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് BPL-മായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതൊരു 50 വർഷത്തിനിടയിൽ ഏതാണ്ട് പകുതിയോളം ഭൂമി, അവരുടെ സർക്കാർ ഏറ്റെടുത്ത ഭൂമി മുഴുവൻ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ളൊരു ആക്ഷേപമാണ്. കർണാടക സർക്കാർ അന്വേഷിക്കുമെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അതേക്കുറിച്ചൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് പ്രകോപിതനാവുന്നത് നമുക്കറിയില്ല. അദ്ദേഹം എന്തിനാണത് മാനനഷ്ടത്തിന് വേണ്ടി പോകുന്നത് നമുക്കറിയില്ല. അത് അത് റിപ്പോർട്ടർ മാത്രമല്ലല്ലോ വാർത്ത ചെയ്തത്, ബാക്കി പലരും റിപ്പോർട്ട് നമ്മളിവിടെ നിന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ മറ്റൊന്ന് നേരെ തിരിച്ചു വരികയാണ്. റിപ്പോർട്ടർ ചാനൽ മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഉള്ളറകൾ, അതേക്കുറിച്ച് ഏഷ്യാനെറ്റ് വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചാനലിൻ്റെ മുതലാളിയും പ്രകോപിതനാവുകയാണ്. അത് അവരുടെ എനിക്ക് തോന്നുന്നത് അതൊരു ചാനൽ വൈരം എന്നതിനപ്പുറം 2 ബിസിനസ്സുകാർ തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ്. അത് നമ്മൾ കാണാറുണ്ട്. ഈ ബിസിനസ് ഗ്രൂപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കെതിരായ വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഉണ്ടാകുമ്പോൾ അവർ വലിയ തുകയ്ക്ക് മാനനഷ്ട കേസ് കൊടുക്കുന്ന പതിവാണ്. അദാനി മാധ്യമങ്ങൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സുകാരുടെ ഒരു സ്വഭാവമാണ് അവരുടെ ഒരു ബിസിനസ് ബ്രാൻഡിന് മോശമാവുന്ന രീതിയിൽ മാധ്യമങ്ങൾ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ അതിനെതിരെ മാനനഷ്ടം കൊടുക്കുക എന്നുള്ള ഒരു സ്ഥിര ശൈലിയാണ്. അതിനങ്ങനെ തന്നെ കണ്ടാൽ മതി. അത് മാധ്യമങ്ങൾ തമ്മിലുള്ള വൈരമാക്കി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ 2 ബിസിനസ്സുകാരും, ഈ ബിസിനസ്സുകാരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഏത് ബിസിനസ് ഗ്രൂപ്പുകളുടെയും പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസുകളോ വഞ്ചനയോ തട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കേസുകളുണ്ടാവും. ബാങ്കുകളുമായിട്ടുള്ള തർക്കങ്ങളുണ്ടാവും, അവർ കേസ് കൊടുത്തിട്ടുണ്ടാവും. സിവിൽ വ്യവഹാരങ്ങൾ, ചെക്ക് ഇടപാടുകൾ, ഇതൊക്കെ എല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം വാർത്ത വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് ഡിഫമേഷൻ കൊടുത്ത് പൂട്ടിച്ച് കളയാം
എന്ന് കരുതുന്നത് ശരിയായ രീതിയല്ല. ഇന്ത്യയിൽ അത് വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ബിസിനസ് ഗ്രൂപ്പുകൾക്കെതിരെ നമുക്ക് വാർത്ത ചെയ്യാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. കാരണം ചെറിയ തുകയ്ക്കല്ല ഒരു മാനനഷ്ടം കൊടുക്കുക. അദാനിയൊക്കെ വയറിനെതിരെ കൊടുത്ത കേസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കോടതി ഉത്തരവ് മേടിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും കോടതി വിധികളും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഈ രണ്ട് മുതലാളിമാരെയും ഞാൻ മാധ്യമങ്ങളെന്ന് പറയുന്നില്ല, രണ്ട് മുതലാളിമാരെയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BPLന് ഭൂമി അലോട്ട് ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അദ്ദേഹം BPL വിട്ടതിന് ശേഷമാണ്, അതായത് BPLൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന BPL മൊബൈലിൻ്റെ ഓഹരികൾ വിറ്റൊഴിഞ്ഞ് അദ്ദേഹം മറ്റ് പണികളുമായി പോയതിന് ശേഷമാണ് ആ ഭൂമി വിൽപ്പന നടന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് ജൂപ്പിറ്റർ ഉണ്ടാക്കിയതിന് ശേഷം 2009 വിൽപ്പന നടന്നിട്ടുള്ളത് എന്നുകൊണ്ട് അതിലെനിക്ക് പങ്കാളിത്തമില്ലെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. അത് അല്ലെങ്കിൽ BPL കമ്പനി തന്നെ അത് ഒഫീഷ്യലി അവർ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. രാജീവുമായിട്ടൊരു ബന്ധമില്ല, ഇടപാടിൽ രാജീവിന് ഒരു ബന്ധമില്ല എന്ന് BPL കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അളിയനായിട്ടുള്ള അജിത് എന്ന് പറഞ്ഞ ആൾ, TPG തമ്പിയാരുടെ മകനാണ് അത് നയിക്കുന്നത്. അവർ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവൻ രാജീവിന് അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ മറ്റു വശത്തോ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഇപ്പോഴും ഓൺ ഗോയിങ് കേസുകളുണ്ട്. ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള റൈവൽറി അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ യഥാർത്ഥത്തിൽ മുതലാളി ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഓർമ്മ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടക്ട് ചെയ്യുന്ന കമ്പനി യഥാർത്ഥത്തിൽ അവരല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളനുസരിച്ച് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആ കമ്പനി കൈമാറ്റം നടന്നിട്ടില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം. ആ കൈമാറ്റം നടക്കാതിരിക്കാൻ കാരണം ഹോം മിനിസ്റ്ററുടെ എതിർപ്പുണ്ട് ആ കൈമാറ്റത്തിൽ എന്നാണ്. നമുക്കറിയാം 2022 ഈ ന്യൂസ് ചാനലുകൾ കൈമാറുന്നതിൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് MIB കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ അതിനുശേഷം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP സൗഗത റോയി, K സുധാകരൻ, അങ്ങനെ കുറേ അധികം MPമാർ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MIB ഇൻഫർമേഷൻ സഹമന്ത്രി കൊടുത്ത മറുപടിയിൽ ഈ കൈമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആ കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ലഭ്യമായ ഡോക്യുമെൻറ്റുകൾ അനുസരിച്ചുള്ള വിവരം. മറ്റൊന്ന്, ഇനി നമ്മൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പനികളും ആക്റ്റീവാണ്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ ഉടമകളായ നികേഷ് കുമാറിൻ്റെയും റാണി നികേഷിൻ്റെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അത് ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ഈ റിപ്പോർട്ടർ ചാനൽ ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. ഇപ്പോൾ നിഷാദ് ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കമ്പനിയുടെ MD അല്ല ആൻറ്റോ അഗസ്റ്റിൻ. ഈ കമ്പനിയിൽ ആകെ 2 ഡയറക്ടേഴ്സുള്ളൂ, ഒരു ജോസും ഒരു മെൽബി എന്ന് പറയുന്ന ഒരു സ്ത്രീയും. 2 പേരാണ് ആ കമ്പനി കാര്യ മന്ത്രാലയത്തിലുള്ളത്. ആൻറ്റോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ മാനേജിങ് എഡിറ്ററും ഇപ്പോൾ MD എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് പറയാണ്. അങ്ങനെ ഒരു MD ആ കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിലില്ല. ആകെ 2 ഡയറക്ടേഴ്സേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നു എന്ന് കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിലില്ല. ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൻ്റെ യഥാർത്ഥ ഓണർ ആരാണ്, ഏത് കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന കൺക്ലൂസീവായിട്ടൊരു പ്രൂഫും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതായത് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത മറുപടി പ്രകാരം അത് ഇനിയും നടന്നിട്ടില്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് ജനുവരിയിൽ മറ്റൊരു വിവരാവകാശ രേഖ കൂടി പുറത്തു വന്നിരുന്നു. ഈ കൈമാറ്റത്തിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള വിവരാവകാശ രേഖയും പുറത്തു വന്നു. അപ്പോൾ ജനുവരിക്ക് ശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഈ കഴിഞ്ഞ 8-9 മാസത്തിനിടയിൽ ആ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുതലാളി ആരാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് 2 ചാനലുകൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, 2 പൈസക്കാർ തമ്മിലുള്ള യുദ്ധം, അവരത് തീർത്തോട്ടെ എന്ന് പറയാം. തോന്നിയത് ഇതിൽ ഈ മീഡിയ പൊളിറ്റിക്സ് അണ്ടർവേൾഡ് ഇത് തമ്മിലൊരു നെക്സസ് ലോകത്തെല്ലാം എടുത്തുണ്ട്. ഇന്ത്യയിൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. പല സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരം ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്, മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ആ കൾച്ചർ അത്ര ഉണ്ടായിരുന്നില്ല, കേരളത്തിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന അതിൻ്റെ ഒരു ഡിമാർക്കേഷൻ ലൈനുകളുണ്ടല്ലോ, അത് കേരളത്തിലിങ്ങനെ അലിഞ്ഞില്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഈ റിപ്പോർട്ടർ ടിവിയുടെ റീലോഞ്ചിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീൽ നിഷാദം കണ്ടിട്ടുണ്ടാവും. ഒരു റിപ്പോർട്ടർ ടിവിയുടെ ഒരു വണ്ടിയിൽ ഇത് പൊളിക്കുന്ന ഫ്ലക്സ് പറിച്ചു മാറ്റുന്ന മെസ്സിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അത് കണ്ടില്ലേ? അതിൽ മുമ്പിൽ കണ്ടോ റിപ്പോർട്ടർ TV എന്നാണ് ബസ്സിൻ്റെ മുമ്പിലുള്ള ഒരു സ്റ്റിക്കർ. അതിൻ്റെ താഴെയുള്ള സ്റ്റിക്കർ എന്താ? ഗവൺമെൻറ് ഓഫ് കേരള. അതങ്ങനെ പറ്റുക? അങ്ങനെയുണ്ടോ? ആ ശരി. അതെങ്ങനെയാണ് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയുടെ ഒരു വണ്ടിയിൽ
ഗവൺമെൻറ് ഓഫ് കേരള എന്ന് എഴുതാൻ പറ്റുക? അതൊരു പ്രശ്നമല്ലേ? ഇനി വേറെ കാര്യം, ഞാനൊരു ദിവസം ഒരു JCB രണ്ട് പിക്കാക്സുമായിട്ട് കോഴിക്കോട് മാവൂർ റോഡിൽ KSRT സ്റ്റാൻഡ് ചെല്ലുകയാണ്. എടാ എന്തൊരു KSRT സ്റ്റാൻഡ് തീരെ വൃത്തിയില്ല, സൗകര്യമില്ല, വണ്ടി മര്യാദയ്ക്ക് തിരിക്കാൻ പറ്റുന്നില്ല, ഇതങ്ങ് ശരിയായി കളയാം. ഞാൻ മാന്താൻ തുടങ്ങുകയാണ്. ഇവിടെ സൗകര്യങ്ങൾ കൂട്ടണം, യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ കൂട്ടണം എന്നിട്ട് ഈ KSRTC ബസ് സ്റ്റാൻഡ് മാന്തി പൊളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പത്രക്കാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോട് ചോദിക്കുകയാണ്, ഇത് എന്താണ് മീഡിയ കൊണ്ട് മാനേജിങ് എഡിറ്റർ അവിടെ മാന്തുന്നുണ്ടല്ലോ, പൊളിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇടപാടെന്താണ്? ഇടപാടൊക്കെ നമുക്ക് പിന്നെ നോക്കാം, സംഗതി പണി നടക്കട്ടെ എന്ന് പറയൂ? അങ്ങനെ ഒരു മന്ത്രി പറയോ? ഇതൊരു മന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഈ കലൂറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത്. അവിടെ ഒരു ചാനൽ മുതലാളി അല്ലെങ്കിൽ ഒരു കമ്പനി മുതലാളി അങ്ങനെ പോയിട്ട് പൊളിക്കുകയാണ്, മാന്തുകയാണ്, മരം വെട്ടുകയാണ്. ഒരു ദിവസം എത്ര തൊഴിലാളികളെന്നാണ് പറയുന്നത്? 2000 തൊഴിലാളികൾ വെച്ച് പണിയെടുക്കുമെന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെ കയറിയിട്ട് മാന്താൻ എന്താണ് അധികാരം? പേപ്പർ എന്താണ്? നമുക്ക് അവിടെ കയറി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ കയറിയപ്പോൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്താണ്? അതിക്രമിച്ചു കയറി പറഞ്ഞിട്ട് കേസെടുത്തിട്ടുണ്ട് DCC പ്രസിഡന്റിനെതിരെ. ഒരു മുതലാളി, ഒരു സ്വകാര്യ സംരംഭത്തിന് മുതലാളി അവിടെ കയറിയിട്ട് പൊളിക്കുന്നു, മാന്തുന്നു, മരം വെട്ടുന്നു, എന്തൊക്കെയോ പരിപാടി നടത്തുന്നു. എന്താ ഇതിൻ്റെ ഏർപ്പാടെന്താണ്? ഈ ഏർപ്പാടെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി സ്പോർട്സ് മിനിസ്റ്ററാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത്. അത് പണി കഴിയട്ടെന്നേ, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയും. എങ്ങനെയാണ് ഇത്? വെള്ളരിക്കപ്പെട്ടണാണോ? ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതിനാരും മറുപടി പറയുന്നില്ലല്ലോ. ആ ഗവൺമെൻറ് എന്താണ് ഇതിൽ ചെയ്യുന്നത്? ഇത് അന്വേഷിക്കാൻ ചെല്ലുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്വകാര്യ കമ്പനി എവിടെയാണ്, സർക്കാർ എവിടെയാണ്, പാർട്ടി എവിടെയാണ്? ഇതിനിടയിൽ ഈ ഡിമാർക്കേഷൻ ലൈനുകളൊക്കെ ഇല്ലാതാകുകയാണ്. മെസ്സി വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആരാണ്? സംസ്ഥാനത്തെ മന്ത്രിയാണ്, സ്പോർട്സ് മിനിസ്റ്ററാണ്. അങ്ങനെയാണ് മാഡ്രിഡിലൊക്കെ പോയിട്ട് ഇതിൻ്റെ പണികൾ നടത്തുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ആരാണ്? ഒരു ചാനൽ മുതലാളിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? അദ്ദേഹം എങ്ങനെയാണ് ഒരു സംസ്ഥാനം സർക്കാർ കൊണ്ടുവരുന്നാണല്ലോ പറയുന്നത്. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ആ ഇവൻറ്റിൻ്റെ സ്പോൺസറായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിക്കുന്നു. അത് മനസ്സിലാക്കാം. ഒരു കമ്പനി, ഒന്നിലധികം കമ്പനിയൊക്കെ സർക്കാർ അതിൽ അസോസിയേറ്റ് ചെയ്യിക്കാം. പക്ഷേ അതിൻ്റെ നടത്തിപ്പുകാരനായിട്ട് ഇങ്ങനെയാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇനിയിപ്പം ഇതെല്ലാം ഇതിൻ്റെ നടത്തിപ്പെല്ലാം സർക്കാർ തന്നെയാണ് വിചാരിക്കുക. പക്ഷെ ഒരു സ്പോൺസറെ സർക്കാർ കണ്ടെത്തുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണ്ടേ? എന്താ ബാക്ക്ഗ്രൗണ്ട്? ബത്തേരി CJM കോടതിയിൽ ഒരു കുറ്റപത്രം കിടപ്പുണ്ട്. 84,600 പേജുള്ള കുറ്റപത്രമാണ്. 84,600 പേജ്. എന്താ കുറ്റപത്രം? ഈ പറയുന്ന മുട്ടിൽ പ്രദേശത്ത് റോസ്വുഡ് എന്താ പറയുക, ഈട്ടി മരങ്ങൾ മുറിച്ച് കടത്തി നിയമവിരുദ്ധമായിട്ട്. PDPP ആക്ട് ഉണ്ട്, IPCയിൽ ഏതൊക്കെയോ വകുപ്പുകളുണ്ട്. പബ്ലിക് പ്രോപ്പർട്ടി, വഞ്ചനാ കുറ്റമുണ്ട്, പിന്നെ വഞ്ചിച്ചത് ആരെയാണ്? ആദിവാസികളെയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലാരാ വാദി? അവിടെ വാദി ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ വാദിയായിട്ടുള്ള അതിഗുരുതരമായ ഒരു കേസിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കേസിൽ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്? സർക്കാർ അയാളെ സ്പോൺസറാക്കി വെച്ചു എന്ന് പറയുന്നത്. സ്പോൺസറാക്കി വെച്ചതിൻ്റെ രേഖകളൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരാളെയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്രോപ്പർട്ടി മാന്താനും പൊളിക്കാനും ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? കടലാസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനിതില്ല. പിന്നെയുള്ളൊരു കേസ് മാംഗോ ഫോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ വാദിയാരാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. ഏതെങ്കിലും ചില്ലറ എന്താണ് ഒരു ഇദ്ദേഹത്തിന് രാഷ്ട്രീയ നേരത്തെ NDAയുടെ സ്ഥാനാർത്ഥിത്വം വയനാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച ആളാണ്, പ്രചാരണ ബോർഡുകളൊക്കെ വെച്ച ആളാണ്. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് ഇവിടെ വാദിയായിട്ട് വരുന്നത്. കബളിപ്പിച്ച് പണം കൊണ്ടുപോയി എന്നുള്ളതാണ് അവരുടെ ഇത്. അതിനെതിരെയും കേസ് നൽകുന്നു. ഇങ്ങനെ വേറെയും കേസുകൾ, ചെറിയ സ്വഭാവത്തിലുള്ള കേസുകളുണ്ട്. ഗുരുതരമായ 2 കേസുകൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് വാദിയായിട്ട് നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്നൊരു കേസ്. ആ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഒരു ചാനൽ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി അയാളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൻ്റെ സ്പോൺസറായിട്ട് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ? ഇതാണ് ഇതിലെ
ഞാൻ പറഞ്ഞ ഈ എന്തുകൊണ്ടാണ് ഇതിൽ വലിയൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നത്? ഇപ്പം അജിംസ് പറഞ്ഞത് നിശ്ചയമായിട്ട് ഇത് രണ്ട് മുതലാളിമാർ ഏഷ്യാനെറ്റിനെതിരെ അങ്ങോട്ട് കേസ് കൊടുക്കുന്നു, ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് കേസ് കൊടുക്കുന്നു. ഇതിന് എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് വാർത്തയാകുന്നു, മാധ്യമങ്ങൾ തന്നെ സ്വയം വാർത്തയാകുന്ന അവസ്ഥ വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് അപ്പുറത്ത് നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ വളരെ അവരുടെ പ്രിയപ്പെട്ടവനായി കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. നിശ്ചയമായിട്ടും അതിൽ കച്ചവട താല്പര്യങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇതിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇതെന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തത വരുത്താൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ നോട്ടീസിൻ്റെ തമാശ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ സിറ്റി സിവിൽ സെഷൻസ് കോർട്ടിൻ്റെ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോർട്ടിൻ്റെ ഒരു ഓർഡർ എന്ന പേരിൽ, ഉത്തരവ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ലീഗൽ ഫേമാണ് നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് മീഡിയ കൊണ്ട് മാത്രമല്ല വേറെയും കുറേ 18 കമ്പനികൾക്ക് ആ നോട്ടീസ് ഉണ്ട്. ഗൂഗിൾ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, മെറ്റ പ്ലാറ്റ്ഫോംസ്. വക്കീൽ നോട്ടീസല്ല, ഇത് ഉത്തരവാണ്. ഈ ഉത്തരവ് അയച്ചിരിക്കുന്നത് കോടതിയല്ല അയച്ചിരിക്കുന്നത്, ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവർ ഹയർ ചെയ്ത ഒരു പ്രൈവറ്റ് ലീഗൽ ഫേം. ആ കമ്പനിയുടെ പേര് ഐപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ലീഗൽ ഫേമാണ്. 18 മാധ്യമ സ്ഥാപനങ്ങൾക്കതാണ് ഈ 18 മാധ്യമ സ്ഥാപനങ്ങൾക്കാണെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിലൊന്നാണ് മീഡിയ വൺ. മനോരമയുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, ന്യൂസ് 18 കേരള ഉണ്ട്, സീ മലയാളം ഉണ്ട്, ദ ഹിന്ദു ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ന്യൂസ് മിനിറ്റ് ഉണ്ട്, ETV ഭാരത്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50ഓളം ലിങ്കുകളുണ്ട്, വാർത്താ ലിങ്കുകൾ. അത് റിമൂവ് ചെയ്യണം, ഉടനെ റിമൂവ് ചെയ്യണമെന്നാണ് ഉത്തരവ് പറയുന്നത്. ആ വാർത്തകൾ ഏതാണ്ടല്ല, മുഴുവൻ ഞാൻ നോക്കിയില്ല. മഹാഭൂരിപക്ഷവും മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വാർത്തകളാണ്. കുറ്റപത്രം സമർപ്പിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ. ഇതെല്ലാം ഡിഫേമേറ്ററിയാണ്. എൻ്റെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടാകും. എൻ്റെ കക്ഷിയല്ല, വിധിയിൽ പറയുന്നത് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്, റിമൂവ് ചെയ്യണം, ഡിഫേമേറ്ററി ആണെന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു എക്സ്പാർട്ടി വിധി വരുന്നത്? ഇങ്ങനൊരു കേസ് ബാംഗ്ലൂർ കോടതിയിൽ, ഒന്നാമത് ബാംഗ്ലൂർ കോടതിയിൽ എങ്ങനെയാണ് ഇത് എത്തുന്നത് പ്രശ്നമുണ്ട്. അതിൽ പറയുന്നുണ്ട്, പിന്നെ ഈ വിധി പകർപ്പിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിലും കർണാടകത്തിലും കേരളത്തിലും വലിയ സ്വാധീനമുള്ള ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണിത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ബാംഗ്ലൂരിലെ ഈ കോടതിയിൽ, ബാംഗ്ലൂരിലൊരു സിറ്റി സെഷൻസ് കോടതിയിൽ ഇങ്ങനൊരു കേസ് പോകുന്നു, അതിൽ എതിർകക്ഷിയായിട്ടുള്ള നമ്മളൊന്നും അറിയാതെ അതിൽ വിധി വരുന്നു. ആ വിധി പകർപ്പ് ഒരു പ്രൈവറ്റ് ലീഗൽ ഫേം നമുക്ക് അയച്ചു തരുന്നു. ഇത് നമുക്ക് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതേ കോടതിയിലാണ് കഴിഞ്ഞ ജൂലൈയിൽ ധർമ്മസ്ഥല റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ഗാഗ് ഓർഡർ ഇതേ കോടതിയാണ് പുറപ്പെടുവിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാഗ് ഓർഡറാണ്. 348 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അന്ന് ഈ ഓർഡർ. ആയിരക്കണക്കിന് ലിങ്കുകൾ, യൂട്യൂബ് ലിങ്കുകൾ, ഫേസ്ബുക്ക് ലിങ്കുകൾ, വെബ്സൈറ്റ് ലിങ്കുകൾ, ആയിരക്കണക്കിന് ലിങ്കുകളുണ്ട്. അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ഗാഗ് ഓർഡറായിരിക്കും 300 ചില്ലാൻ സ്ഥാപനങ്ങൾക്കെതിരെ. അപ്പോൾ ഇതിൽപ്പെട്ട എനിക്കത് ന്യൂസ് മിനിറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ നിങ്ങൾ അവിടേക്ക് ചെല്ലൂ, കാരണം ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി അത് എടുത്തു കളയുന്നു, വലിച്ചു കളയുന്നു. ഇതിങ്ങനെ ഫ്രീ സ്പീച്ചിന് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതേ കോടതിയാണ് ഇങ്ങനെ ഇത് ഈ ബാർ ക്രിയേറ്റിങ്ങുമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ കോടതി എന്നാണ് ആവശ്യപ്പെടുന്നവർക്കൊക്കെ വിധി ഇങ്ങനെ കൊടുക്കുക. ഗാഗ് ഓർഡർ ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്തൊരു തമാശയാണ്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം ചെയ്ത വാർത്തയെ ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ സിറ്റി കോടതിയിൽ കേസ് പോവുക, അതിൽ നമുക്കൊന്നും നോട്ടീസ് ലഭിക്കാതെ തന്നെ വിധി വരിക, ആ വിധി ഈ പറയുന്ന പ്രൈവറ്റ് ലീഗൽ ഫേം തന്നെ നമുക്ക് അയച്ചു തരിക. ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരു മാധ്യമ സ്ഥാപനം പെരുമാറുന്നു. അത് വിചിത്രമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഈ കേസ് കൊടുത്തത് 100 കോടിയുടെ കേസ്, 150 കോടിയുടെ കേസൊക്കെ അതിൽ എന്താണ് മാധ്യമ യുദ്ധം എന്നുള്ള നിലയ്ക്ക് ആളുകൾ കൗതുകം ഉണ്ടാക്കുന്ന ജനങ്ങളെ ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഒരു സംസ്ഥാനത്ത് വളരെ പ്രമാദമായ 2 ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന, ആ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല, കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു മാധ്യമ മുതലാളി
ആ മാധ്യമ മുതലാളിയും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ. സംസ്ഥാനത്ത് ഒരു പ്രൈം പ്രോപ്പർട്ടി പോലും അയാൾക്ക് സ്വന്തമെന്ന പോലെ കൈകാര്യം ചെയ്യാൻ, ഒരു കടലാസ് പോലും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ഈ ഒരു കോണ്ടെക്സ്റ്റ് അതിനെക്കുറിച്ചാണ് പൊതുജനം ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. യെസ്. അപ്പോൾ അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട് എന്നാണ്.